തീർച്ചയായിട്ടും സർക്കാരിന്റെ വികസനങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്ന സ്വീകാര്യത. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളല്ലേ ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തന്നത്, നിങ്ങളല്ലേ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത്, ലൈഫ് നടപ്പിലാക്കിയത് എന്നൊക്കെ നമ്മളോട് വോട്ടർമാര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊണ്ടോട്ടി മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി ജിജി ഇപ്പോൾ മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. ഇതിപ്പം സ്വന്തം നാട്ടിൽ തന്നെയാണല്ലേ, എന്താണ് ഒരു അതെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്റെ നാട്ടുകാരെങ്ങനെയാണ് എന്നെ സ്വീകരിക്കണത് എന്ന്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും സന്തോഷവും. അവരും അതിന്റെ ഒരു ആഹ്ലാദത്തിലാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ള സന്തോഷം നമ്മൾ കാണുന്നുണ്ട്. ഈ മണ്ഡലത്തിലുടനീളം പോകുമ്പോഴുള്ള ഒരു പ്രതികരണമൊക്കെ എന്താണ് വോട്ടർമാരുടെ? തീർച്ചയായിട്ടും മണ്ഡലത്തിലുടനീളം പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റ് എങ്ങനെയാണ് ജനങ്ങളെ ചേർത്തു പിടിച്ചത് എന്ന് അനുഭവിച്ചറിഞ്ഞ മനുഷ്യരാണ്. അപ്പൊ ആ അനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. അപ്പൊ ഇനിയും ഇവിടെ ഇടതു ഭരണം തുടർന്നില്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് പലരും പങ്കുവെക്കുന്നത്. ക്ഷേമ പെൻഷൻ ആയാലും സ്ത്രീ സുരക്ഷാ പദ്ധതി ആയാലും അത് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക വോട്ടർമാർ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ഈ കൊണ്ടോട്ടി മണ്ഡലം ഇത്രകാലം ഇവിടെ നിന്ന് വിജയിച്ചു പോയവർ വേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല എന്നുള്ള ആശങ്കകളും അവർ പങ്കുവെക്കുന്നു. സർക്കാരിന്റെ വികസനങ്ങൾ തന്നെയാണോ മുന്നോട്ട് വെച്ചത്? തീർച്ചയായിട്ടും സർക്കാരിന്റെ വികസനങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്ന സ്വീകാര്യത. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളല്ലേ ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തന്നത്, നിങ്ങളല്ലേ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത്, ലൈഫ് നടപ്പിലാക്കിയത് എന്നൊക്കെ നമ്മളോട് വോട്ടർമാര് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളും ഇടതുപക്ഷ ഗവൺമെന്റിനെ പലതരത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അത് അവർ നമ്മളോട് പങ്കുവെക്കുകയാണ്. നേരത്തെ മത്സരിച്ച അനുഭവ സമ്പത്തുണ്ട്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിലൂടെയും യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വന്ന ഒരാളാണ്. അതൊക്കെ വലിയ ഗുണം ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാ അനുഭവവും നമുക്ക് കരുത്താണ്. ഇപ്പൊ ഞാന് ഡിഗ്രി കാലം മുതൽ വിദ്യാർത്ഥി സംഘടനാ രംഗത്തുണ്ട്, യുവജന സംഘടനാ രംഗത്തുണ്ട്, മഹിളാ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്, മറ്റൊരു തെരഞ്ഞെടുപ്പ് അനുഭവം. അപ്പൊ എല്ലാ അനുഭവങ്ങളും നമുക്ക് കരുത്താണ്. ആ സമയത്ത് അത്രയും നമ്മൾ ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങൾക്കിടയിലാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ അനുഭവം കരുത്താകുന്നുണ്ട്. കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണിയിലെ സ്ഥാനാർത്ഥികളും യുവാക്കളാണ്. യുവാക്കൾ തമ്മിലൊരു മത്സരം കൂടിയാണ്. ഈ മത്സരത്തെ എങ്ങനെയാണ് നോക്കിയാണ്? മത്സരത്തെ ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എനിക്ക് ഗുണകരമാകുന്നത് ഒന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയവർക്ക് ഈ കൊണ്ടോട്ടി മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുടിവെള്ള പ്രശ്നം മുതൽ ഇങ്ങോട്ട് ആളുകൾ പറയുന്നുണ്ട്. തീർച്ചയായും അത് നമുക്ക് വോട്ടാവും. മറ്റൊന്ന്, ഞാൻ ഈ നാട്ടുകാരിയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ നാട്ടിൽ ഈ നാട്ടുകാരിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത കൂടി എനിക്ക് വോട്ടാവും എന്നുള്ളത് തന്നെയാണ്. സ്വന്തം നാട്ടുകാരി എന്ന രീതിയിൽ ആ ഒരു പരിഗണന കൂടി നൽകുന്നുണ്ടോ? തീർച്ചയായും അതിന്റെ സ്വീകാര്യത നല്ല രൂപത്തിലുണ്ട്. കാരണം പുറത്തുനിന്ന് വന്ന ആളുകൾ മുൻപും ഇവിടെ കൊണ്ടോട്ടിയുടെ MLA-മാരൊന്നും ഇവിടുത്തുകാരായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അവര് ഈ മണ്ഡലത്തെ പരിഗണിച്ചില്ല എന്നുള്ളൊരു പ്രയാസം ഈ മണ്ഡലത്തിലെ ആളുകൾക്കുണ്ട്. ആ പ്രയാസം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായ കൊണ്ടോട്ടിക്കാരിയായ എന്നിലൂടെ പരിഹരിക്കാമെന്നാണ് കൊണ്ടോട്ടിക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഞാൻ ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ എത്തുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം ദിവസത്തെ ഒരു പ്രചരണത്തിൽ നിന്ന് വലിയ ആത്മവിശ്വാസം? തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ പ്രചരണ കേന്ദ്രങ്ങൾ, നമ്മുടെ സ്വീകരണ കേന്ദ്രങ്ങളൊക്കെ വലിയ ആവേശമുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉള്ളത്. നമുക്കറിയാം, വലിയ ആവേശമായി പ്രവർത്തകരും കൂടെയുണ്ട്. സ്വന്തം നാട്ടിൽ തന്നെയാണ് ഇത്തവണ ഇപ്പം പ്രചരണം നടക്കുന്നതെന്നുള്ളതാണ്. വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉള്ളത്. ജംഷീർ കുടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.